നമ്മുടെ ഇറ്റലിക്കാരി നല്ല പാട്ടുകാരിയായിരുന്നു. ഗുഡ് ഓൾഡ് ഡേയ്സ്. അവര് അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യും. സ്നേഹിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ ആ പാട്ട്? ഇല്ല, ഞാൻ എപ്പോഴും ഫോട്ടോ കാണിച്ചു തന്നിട്ടില്ലേ? ഇല്ല അല്ലേ? ഇല്ല. എനിക്ക് കാണിച്ചതാ. ഇതെല്ലാം ഞാൻ അന്വേഷിച്ചു. ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് സാറേ, ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്താ സിനിമ അത് വരും. നമുക്കൊരു വിദേശ സൗഹൃദമൊക്കെ വരുമ്പോഴേ ഈ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമസിക്ക് തന്നെ ഉതകുമല്ലോ അത്. തീർച്ചയായും ഇറ്റലിയും തമ്മിൽ നല്ല ബന്ധത്തിൽ പോകാനും. എന്നിട്ട് ഞങ്ങൾ ഈ ഇടയ്ക്ക് കച്ചിൽ പോയിരുന്നു. കച്ചിലോ? കച്ചില് പോകുമ്പോ അവിടെ 2 ടൂറിസ്റ്റുകളായിട്ടുള്ളവര് അവരവിടുന്ന് കണ്ടു. 2 സ്ത്രീകളാണ് അവര്. അപ്പൊ അത് ഏതാ രാജ്യം എന്നൊക്കെ ചോദിച്ചപ്പോ അതില് ഒരു സ്ത്രീ പറഞ്ഞു അവര് ഇറ്റലിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കുണ്ട് സ്ത്രീ പോയിട്ട് ഇറ്റലിയിൽ എവിടെ, എന്തോ ഇറ്റലി താമസിച്ച് വന്ന പോലെ. ഞാൻ ചോദിച്ചു എന്തിനാ, മറ്റേവര് ചോദിക്കാനായിരിക്കും ചിലപ്പോ. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ മിലാൻ. എല്ലാം അറിയാല്ലേ? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലേ സാറേ? ഫോൺ നമ്പർ ഉണ്ടോന്ന് ചോദിച്ചോ? നമുക്കൊന്ന് വീഡിയോ കോൾ വിളിച്ചു നോക്കായിരുന്നു. അത് തന്നെ. ആരെയും ഇതായിരുന്നു ചോദിക്കായിരുന്നു. ഫോൺ എടുത്ത് ലാസ്റ്റ് വീഡിയോ കോൾ ഒന്ന് ഞങ്ങൾ നോക്കട്ടെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും ഇറ്റലിക്കാരെ വിടാം. വഴിയിൽ നമ്മൾ ഉപേക്ഷിക്കുന്നു. എന്തായാലും ഇപ്പൊ അവരെ കാണാറില്ലല്ലോ. അപ്പൊ ഈ നമുക്കൊരു ഇംഗ്ലീഷ് ലവ് ഒരു മലയാള ലവും തമ്മിലുള്ള വ്യത്യാസം എന്തോ ഫീൽ ചെയ്ത്? രണ്ടും അഫക്ട് ചെയ്ത ഒരാളാണല്ലോ. മലയാള ലവിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടൊരു നായ ഉണ്ടാവും, അതെനിക്ക് മനസ്സിലായി. അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല സാർ. ഇല്ല, രണ്ട് മനുഷ്യരാണ്. സംസാര മറ്റേത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പറഞ്ഞാൽ മതി അല്ലേ? കുറച്ച് പറഞ്ഞാൽ മതി. ഇതാകുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയണം. പറഞ്ഞ് അങ്ങോട്ട്. ശ്രീമാന്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തോ ഈ പ്രണയകാലത്ത്? ഇല്ല, അങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ സോങ്സ് ഒക്കെ ഞാൻ പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഈ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലല്ല, നമുക്ക് സംസാരിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ കൂടുതൽ അങ്ങനെയുള്ള ഇടപെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ലാംഗ്വേജ് പൂർണ്ണമായിട്ട് മനസ്സിലാകുക. പക്ഷെ പാടുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ പ്രൊനൗൺസിയേഷൻ. ഇറ്റാലിയൻ സോങ് ഒന്നും പാടിയിട്ടൊന്നുമില്ല. പിന്നെ ഏതാ? ഇംഗ്ലീഷ് സോങ്സ് ഒക്കെയാണ്. ഇംഗ്ലീഷ് സോങ്സ്. അതിപ്പോ പരിപാടി ഉണ്ടോ, കലാപരിപാടി ഉണ്ടോ? അത് അല്ല, ഇപ്പൊ ഇല്ല. ഞാൻ പക്ഷേ പെർഫോം ചെയ്യാറുണ്ട്. നമ്മുടെ അമ്മയുടെ പ്രോഗ്രാമിനൊക്കെ പെർഫോം ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. സ്നേഹ തുള്ളൽ തുടങ്ങിയിട്ട്, ദാമ്പത്യത്തിന്റെ തുള്ളലല്ല ഞാൻ ഉദ്ദേശിച്ചു, ഒറിജിനൽ തുള്ളൽ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇപ്പോ? ഞാൻ 8 വയസ്സിലാണ് പഠിക്കാൻ തുടങ്ങിയത്. അവിടെ നിങ്ങട്ട് ഇപ്പോഴും ഉണ്ട്. ഈ കഥകളിയിലേക്ക് രൂപം മാറാനുള്ള കാര്യം എന്താ? കഥകളിയാണ് ആദ്യം പഠിച്ചത്. 5 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ശത്രുക്കളായ കഥകളിക്കാരും വല്ലതും ഉണ്ടായിരുന്നു? ശത്രുക്കളോ? അല്ല, അവർക്ക് അവരോട് ചില ഭാവഭാവാദികൾ കാണിക്കാൻ ഇത് ആവശ്യമാണെന്ന് തോന്നിയിട്ട്. അത് സത്യത്തിൽ എന്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. അമ്മ പള്ളിപ്പുറം ഗോപാലൻ നായർ എന്ന് പറയുന്ന വലിയ കഥകളിയാശന്റെ നാട്ടിൽ നിന്നാണ്. അമ്മ അതെ, ഗോപാലമ്മയുടെ കഥകളിയൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായത് പഠിക്കാൻ. പക്ഷെ അന്നത്തെ കാലത്ത് പഠിപ്പിക്കില്ലായിരുന്നു സ്ത്രീകളെ. വിട്ടിരുന്നു. അപ്പൊ ആ ഒരു ആഗ്രഹമാണ് നമ്മളിലൂടെ സംശീകരിച്ച് അല്ലേ റെഡിയായത്. പിന്നെ അത് കഥകളിൽ ഒറിജിനലി താല്പര്യം വന്നോ, അതോ പിന്നെ ഈ അഭിനയത്തിലേക്ക് മാറാൻ കാര്യം? അത് വളരെ അദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ ഈ കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നു. മഹാരാജാസ് കോളേജിലാണ് ഞാൻ BA പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും സെമസ്റ്റർ സിസ്റ്റം വരുന്ന ഒരു കാറ്റ് എനിക്ക് അടിച്ചു. കാറ്റടിച്ചു എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് സ്ഥിരമായി ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. സെമസ്റ്റർ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറ്റൻഡൻസ് ഒക്കെ. അങ്ങനെയാണ് എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള വേണുജിയും നിർമ്മല പണിക്കരും അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്നെ കാലടി യൂണിവേഴ്സിറ്റിയിൽ തിയേറ്ററിന് ചേർക്കാം, ക്ലാസിക്കൽ തിയേറ്റർ കൂടിയാട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ചേർത്തത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നാടകം അഭിനയിക്കലും ഡയറക്ട് ചെയ്യലും ആണ് എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ നാടകത്തിലേക്ക് ആയിപ്പോയത്. ഈ സാധാരണ ഈ കഥകളിയും ഈ ഓട്ടംതുള്ളലും ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഡാൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരും ഈ ക്യാമറയുടെ മുമ്പിലേക്ക് വരുമ്പം എക്സ്പ്രഷൻസ് കൂടുന്ന ആൾക്കാർ പറയും ഓവറായിട്ട് ഇടും. അത് ഞാൻ നാടകം പഠിച്ചു തുടങ്ങിയ സമയങ്ങളിൽ എനിക്കുണ്ടായിരുന്നു ആ പ്രശ്നം. കഥകളിയൊക്കെ വരുമായിരുന്നു. കഥകളി വരുന്നതല്ല, നമ്മൾ 2 ആക്ടേഴ്സ് തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ടതിന് പകരം ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് സ്റ്റേജിലേക്ക് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയും. അതായത് ഇവിടെ നോക്കിയിട്ടാണ് പറയണത്, അയാളുടെ കണ്ണിൽ ഞാൻ നോക്കുന്നില്ല. പക്ഷെ അതെല്ലാം എന്നെ കാലടി യൂണിവേഴ്സിറ്റിന്ന് എന്റെ മാഷന്മാരാണ് എന്നെ ശരിയാക്കി വിട്ടത്. അതെ, അതുവരെ നേരെയാകാത്ത രീതിയിലുള്ള ഭാവഭാവാദികൾ വരുമായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും ശ്രീകുമാറിനൊന്ന് കാണിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇതൊക്കെ? ഇല്ല, ഞാൻ ശ്രീയും കൂടെ ഒരു നാടകം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും മാത്രം ആയിട്ട് അഭിനയിക്കുന്ന പ്രശാന്ത് നാരായണനായിരുന്നു അത് സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന് പറയുന്ന ഒരു നാടകം. അത് താജ്മഹൽ എന്ന് പറയുന്നത് ആ നാടകത്തിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ പ്രണയം നാമ്പിട്ടത്. അല്ല, 14 വർഷം പറഞ്ഞില്ലേ തുടങ്ങിയ അന്ന് മുതലേ ആ സമയം മുതലേക്ക് നിങ്ങൾ അറിയുമല്ലോ. പിന്നെ അതിനെ എവിടെ വെക്കുകയോ വെച്ചിട്ട് വന്നതാണ്.